വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ലൂതർ ആൻഡ് ഈസ് മൈറ്റ്. എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലോട്ട് സുസ്വാഗതം. ചാപ്റ്റർ നമ്പർ 2, എപ്പിസോഡ് എത്ര അറിയില്ല, സീസൺ 2-ൻ്റെ ഇത്. ഏതായാലും സീസൺ 1 അത്യാവശ്യം നല്ല പ്രതികരണം കിട്ടിയത് വളരെ സന്തോഷമുണ്ട്. മോറോവർ നല്ലൊരു മാറ്റം ഉണ്ടായതിലും എല്ലാത്തിലും വളരെ ഹാപ്പി ആവുന്നു. നല്ല കമൻസുകൾ കിട്ടിയതിലും മോശമായ ഏരിയകൾ പറഞ്ഞു തന്ന് റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഓരോ വർഷവും. എപ്പോഴും നമ്മൾ മാറണ്ടല്ലോ, അല്ലാതെ എപ്പോഴും കോൺസ്റ്റൻ്റായി നിൽക്കരുതല്ലോ. അപ്പം ചാപ്റ്റർ 2 ഇപ്പോഴും പൊതുവെയുള്ള പോലെ തന്നെ അതിന് സർവമിക്സ് പറയാം, സ്ഥിരമുള്ള പോലെ തന്നെ അർദ്ധരാത്രിയിൽ, അല്ലെങ്കിൽ രാത്രി 12 മണി 1 മണി 2 മണി കഴിഞ്ഞതിന് ശേഷമുള്ള ലൂതറിൻ്റെ ചിന്തകളാണ്. അതാണല്ലോ എപ്പോഴും ലൂതർ ആൻഡ് ഹിസ് മൈൻഡിലൂടെ പോവാറ്. അപ്പം ഏതായാലും ചാപ്റ്റർ ആയിരുന്നോ എൻ്റെ പേര് കൊടുക്കുന്നുണ്ട്, പക്ഷെ കൂടുതലും ഫ്രണ്ട്ഷിപ്പിനായിരിക്കും സംസാരിക്കുക. ആയതിനെ നിങ്ങളൊരു ചോദ്യം ചോദിച്ചിട്ട് തുടങ്ങാം. എപ്പോഴും പോലെ എന്ന് പറഞ്ഞു. ഏതായാലും ഇപ്പം നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് അത് നിങ്ങൾ പലപ്പോഴും പബ്ലിക് ആക്കണതായിരിക്കും, അതോ നിങ്ങളത് ഒരു പ്രൈവറ്റ് ആക്കി കൊണ്ടെടുക്കുക. നോട്ട് റിലേഷൻഷിപ്പ്, പ്രൈവറ്റ് എന്നുള്ളത് ഓവറായിട്ട് പബ്ലിക്കിൽ ഷോ ഓഫ് ചെയ്യാൻ വേണ്ടി അറിയാം, പല ഉദ്ദേശത്തിലായിരിക്കാം. പക്ഷേ നിങ്ങൾ കരുതുന്നത് എന്തായിരിക്കും, ഈ കൂടുതലും ഷോ ഓഫ് ചെയ്യാം. നമ്മൾ ഷോ ഓഫ് ചെയ്യുമ്പോഴും നമ്മളത് ഭയക്കേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ അത് എന്തുവാ, ഇപ്പം പ്രൈവറ്റായ സ്പേസ് കൊടുക്കണ ഒരു പബ്ലിക്കിൽ ഇവൻ ഞങ്ങളെ ഫ്രണ്ടാണ്, ഇവൻ എൻ്റെ ഫ്രണ്ടാണെന്നൊക്കെ പറയുമ്പോഴും അതിലെത്രത്തോളം അവർ ഫ്രണ്ടിൻ്റെ മീറ്റർ വെക്കുമ്പം നമ്മൾ എക്സ്പെക്റ്റേഷൻ അല്ല, പക്ഷേ നമ്മൾ തരുന്ന ഒരു സ്പേസ് ആയിരിക്കില്ല അയാൾ നമുക്ക് തരിക. അത് നമ്മൾ കൊടുക്കണം, അതായിരിക്കില്ല അയാൾ നമുക്ക് തരിക അല്ലേ. അതുകൊണ്ട് തന്നെ ലൈക്സ് നമ്മളിപ്പോൾ പലപ്പോഴും ഇയാൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അല്ലെങ്കിൽ ഇയാൾ മാത്രമാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അല്ലെങ്കിൽ ലൈഫിൽ ആകെ കിട്ടിയൊരു ബെസ്റ്റ് ഫ്രണ്ട് ഇയാളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും എത്രത്തോളം. കാരണം ഇയാളില്ലാതെ നമ്മൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പം മറ്റൊരു മൊമെൻറ്റിൽ ഇയാളും മാറിയേക്കാം, അല്ലെങ്കിൽ ഇയാൾ പോയേക്കാം. പക്ഷെ നല്ല ഫ്രണ്ട്സ് എപ്പോഴും ഉണ്ടാവും, നല്ല ഫ്രണ്ട്സ് ഉണ്ടാവണം. അത് നമ്മൾ കൂടുതലും എനിക്ക് തോന്നുന്നത് നമ്മൾ ഏറ്റവും ഓപ്പൺ അപ്പ് ആവുക. അതായത് നമ്മൾ നാട്ടുകാരുടെ കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യം പറയാമെന്നല്ല, നമ്മളെ ഒരു ജെന്യൂനിറ്റി നമ്മളിപ്പം കൊണ്ടുവരണം. അല്ലാതെ നമ്മളിവിടെ കുറച്ച് പറയും, അല്ലെങ്കിൽ ഇവിടെ കുറച്ചൊക്കെ കേൾക്കും, അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ വ്യക്തമായ ഐഡിയ കൊടുക്കാതെ പറയുക. എന്നിട്ട് നമ്മൾ കൂട്ടിയിരിക്കുമ്പോൾ എന്നെ കുറച്ച് ഓർക്കേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാനിങ്ങനെ എല്ലാം മനസ്സിലാക്കണ്ടേ, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്ന ഒരു ബി ഓപ്പൺ ആയിരിക്കും കുറച്ചും കൂടി ഫ്രണ്ട്ഷിപ്പിന് ഉള്ളതെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ പലപ്പോഴും ഈ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അല്ലെങ്കിൽ എൻ്റെ ട്രൂ ഫ്രണ്ട് അല്ലേ എന്നൊക്കെ പറഞ്ഞാൽ പലതും ഒരു ലോക്കല്ലേ, അത് ഇയാളാണ് ഇല്ലത്. പക്ഷേ കാലത്തിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മളെ പ്രയോറിറ്റിക്ക് അനുസരിച്ച് ഇപ്പം അല്ലെങ്കിൽ നമ്മളൊരു മേഖലയിലാണ്, അപ്പോൾ ആ മേഖലയിൽ കൂടുതൽ അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും നമ്മൾ അപ്പോഴത്തെ ഫ്രണ്ട്സ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും, എനിക്ക് നമ്മൾ ഹയർ സ്റ്റഡീസിലാണ്, അല്ലെങ്കിൽ നമ്മൾ പ്രൈമറിയാണ്, അപ്പോൾ ആ ലെവലിലല്ലേ നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുള്ളൂ. പക്ഷേ ശരിയാണ്, ചിലതൊക്കെ ലൈഫ് ലോങ് പോകുന്നുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ആൾക്കാർക്ക് പ്രയോറിറ്റി, അല്ലെങ്കിൽ നമ്മൾ കൂടുതലും ലൈഫിൻ്റെ ടച്ചില്ല ആൾക്കാർ, അങ്ങനെ വേണമെങ്കിൽ പറയാം. നമ്മൾ ഫ്രണ്ട്ഷിപ്പ് പലതും തുടരണമെങ്കിൽ, അല്ലെങ്കിൽ അത് ലൈഫ് ലോങ് ഒക്കെ പോകണമെങ്കിൽ നമ്മൾ എപ്പോഴും ടച്ച് വേണമല്ലോ. അല്ലാതെ ഒരു വട്ടം ബ്രേക്കായ കാര്യം ഐ ഡോണ്ട് നോ ഒരു വട്ടം ബ്രേക്കായ കാര്യമൊക്കെ പിന്നെ റിക്കവർ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ടിനൊക്കെ റിക്കവർ ചെയ്യുക പറയുമ്പോൾ അവരെപ്പോഴും അയാൾ ഒരുപാട് മാറിയിട്ടുണ്ടാവും, കാലത്തിനനുസരിച്ച് മാറും. പിന്നെ നമ്മളാണെങ്കിലും ഇപ്പോൾ നമ്മളൊരു ടച്ചില്ലാത്ത സമയത്താണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഷോ ഓഫ് ഇല്ലെങ്കിലും പ്രത്യേകിച്ച് ഒരു യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാർ പലതും ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ ഈ ഇൻസ്റ്റയിലും സോഷ്യൽ മീഡിയയിലൊക്കെ അയ്യോ ഇയാൾ മാത്രമാണ് എൻ്റെ ഫ്രണ്ട്, അല്ലെങ്കിൽ ലോകത്തിൽ ഇയാളാണ് ഏറ്റവും വലിയ എൻ്റെ ഫ്രണ്ട് എന്ന് കാണിക്കുമ്പോഴും നമ്മളെ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ചില്ല, നമ്മളായിട്ട് ഫ്രണ്ട് കൂട്ടായിട്ടുന്നവരും പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ അവർക്കൊക്കെ ഫ്രണ്ടായി അതായി നമുക്കാരില്ലല്ലോ എന്നല്ല. ഇനിയിപ്പോൾ നമ്മളവരായിട്ട്, അല്ലെങ്കിൽ നമ്മളായിട്ട് സ്പേസ് പോയിട്ടുണ്ടാവും, വിചാരിച്ചിട്ടുണ്ടാവും നമ്മൾ ടച്ചില്ലാത്ത സമയത്ത് പലപ്പോഴും ഒരു കോണ്ടാക്റ്റ് എപ്പോഴും നമുക്ക് വേണ്ട, നമ്മളെ ഹാപ്പിയറാക്കുന്ന, അതുപോലെ നമ്മൾ യൂസ് ചെയ്യാമെന്നല്ല, പക്ഷേ നമുക്ക് അവരുടെ കോൺവെർസേഷൻ, അല്ലെങ്കിൽ അവരുടെ ഒപ്പം നിൽക്കുന്ന സമയം അതൊക്കെ നമുക്ക് കൂടുതൽ ഹാപ്പിനെസ് വരുന്നുണ്ടെങ്കിൽ നമ്മളതല്ലേ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ വേറൊരു സിറ്റുവേഷൻ പറഞ്ഞല്ലോ, നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ടാണ് അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട്, അയാൾ ഒരു ദിവസം കൊണ്ട് മാറി, റീസൺ അറിയില്ല, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും കാരണം കൊണ്ട് മാറി എന്ന് പറയുമ്പം മനുഷ്യന്മാർക്ക് മാറും കേട്ടോ, അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു സഡൻ ചേഞ്ച്, അത് നിങ്ങൾ ഒട്ടും എക്സ്പെക്റ്റേഷൻ അതൊന്നുമല്ല. എന്നാലും ഒരാളാണ് മാറി, നമ്മൾ ഇത്ര കാലം സംസാരിച്ച പോലെ അല്ല, അയാൾ കുറച്ച് റഫായി,
നമ്മളോട് അത്യാവശ്യം ഒരു കമ്പനി എന്നുള്ള നിലനിലപ്പുറത്തോട്ട് ശത്രു അല്ലെങ്കിലും ഒരിക്കലും സംസാരിക്കാൻ അല്ലെങ്കിൽ അവർക്ക് സ്പേസ് വേണ്ട എന്നൊരു സിറ്റുവേഷനാണ്. അവളും അടുത്തൊരു ക്വസ്റ്റ്യൻ പോലെ വേണമെങ്കിൽ ചോദിക്കാം, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക, ആ ഒരു ആൾക്ക് റെസ്പെക്റ്റ് കൊടുത്തിട്ട് നിങ്ങൾ അയാളെ അയാൾ നമ്മളായിട്ട് കംഫർട്ടബിൾ അല്ല സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ അയാളോട് സംസാരിക്കാതെ പോവുകയാണോ നോക്കുക, അതോ നിങ്ങൾ കൂടുതലും സംസാരിക്കാൻ ശ്രമിക്കുകയാണോ ചെയ്യുക? അതായത് എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്ത് കൊടുക്കേണ്ടത്? അപ്പോഴും നമ്മുടെ ഈഗോ ആണ് പല തെറ്റുള്ള സമയത്തും, പല മനസ്സിലായിട്ടും തെറ്റിയില്ല, പല പരിചയം തെറ്റിയ സമയത്ത് നമ്മൾ ഈഗോ ആയിരിക്കും. അതായത് നമ്മൾ അയാളായിട്ട് തെറ്റി നിൽക്കുകയാണ്, നമ്മൾ അയാളൊന്ന് സംസാരിക്കട്ടെ, ആരപ്പം ഞാൻ അവിടെ പോയി സംസാരിക്കാം എന്നായിരിക്കും ചിന്തിക്കുക. അതോ അയാളെൻ്റെ ഫ്രണ്ടാണ്, അല്ലെങ്കിൽ ഞാനും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് മോറോവർ, അതോ നിങ്ങൾ ആ സമയത്ത് പ്രയോറിറ്റി ആയിരിക്കും, അതായത് അയാളൊപ്പമുള്ള സമയം അല്ലെങ്കിൽ അയാളൊപ്പം സംസാരം അതിന് കൂടുതൽ ഹാപ്പിയർ ആയിട്ടുള്ള പാട്ട് തരുന്നുണ്ട്, അല്ലെങ്കിൽ മോർ എൻഗേജിങ് ആണ്, അല്ലെങ്കിൽ മോർ എക്സൈറ്റിംഗ് ആണ്, അല്ലെങ്കിൽ മോർ ഡെവലപ്പിംഗ് ആണ്. അപ്പോൾ അതിനായിരിക്കും നിങ്ങൾ മുൻതൂക്കം കൊടുക്കുക. അതോ അയാൾ സംസാരിക്കുന്നില്ല, അപ്പം അത് പോട്ടെ എന്നായിരിക്കും. അതിന് നിങ്ങൾ മറുപടി ഒന്ന് കമൻറ്റ് ബോക്സ് അല്ലെങ്കിൽ ടോപ്പിക്കിനെ ഞാൻ ക്വസ്റ്റ്യൻ ആയിട്ട് കൊടുത്ത് Q&A നിങ്ങൾ അറിയിക്കട്ടെ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കംഫർട്ടബിളായ ഒരു കൂട്ടം ആൾക്കാരാണോ, അല്ലെങ്കിൽ അതേപോലെ കൂട്ടം ആൾക്കാർ ഒരു ഗ്യാങ്ങായി നടക്കുന്നതാണോ, അതോ എല്ലാ ഗ്യാങ്ങിൻ്റെയും ഒരു കോമൺ പോയിൻ്റ് പോലെ, അതായത് അവിടെ ഇല്ല പക്ഷെ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നത്, എല്ലാവർക്കും ഓപ്പണപ്പായി സംസാരിക്കാൻ പറ്റണതും അവർക്കൊരു വിശ്വാസമുള്ള ഒരാളായിട്ടാണോ, അതോ നമുക്ക് ഏറ്റവും കംഫർട്ടബിളായി നമ്മളെ ഏറ്റവും ഹാപ്പിയറാക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിലായിരിക്കും നിങ്ങൾ പലപ്പോഴും നിൽക്കുക? അതും പറയേണ്ടി, അല്ലെങ്കിൽ അതും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേണ്ടി. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളൊരു കൂട്ടത്തിൽ നിൽക്കുമ്പോൾ പലപ്പോഴും നമ്മളുടേതായ സ്പേസ് പോകും. അത് ഓക്കെ, സ്പേസ് പോകുന്നതിൻ്റെ അപ്പുറത്തോട്ട് അത് പലപ്പോഴും ഒറ്റ തിങ്കിലോട്ട് മാത്രം പോകും. എനിക്കൊണ്ട് പല ഗ്രൂപ്പിലും പലയിടത്തും വരുമ്പം പല തിങ്സും അല്ലെങ്കിൽ പല ആലോചനകളും വരും. അപ്പം അതിൻ്റെ എല്ലാ ഡൈമെൻഷൻസും എനിക്ക് ഒരു സിറ്റുവേഷനിൽ അറിയാൻ പറ്റും എന്ന് തോന്നുന്നു. ഐ തിങ്ക് മോർ പ്രിഫറബിൾ ടു ലൈക്ക് ദാറ്റ്. പിന്നെ അതേപോലെ എല്ലാ പോഡ്കാസ്റ്റ് പോലെ തന്നെ ഇതും ഒട്ടും പ്രിപ്പയർഡ് അല്ല. ലൈക്ക് എനിക്ക് ഒരാഴ്ച തോന്നി പലപ്പോഴും ഫ്രണ്ട്ഷിപ്പ് പ്രൈവറ്റ് ആക്കണതാണോ, അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് ഫ്രണ്ട്ഷിപ്പുകൾ പോകുമ്പം നമ്മൾ എത്രത്തോളം വറിയിങ് ആവുന്നു, അല്ലെങ്കിൽ നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് ആണോ, അല്ലെങ്കിൽ നമ്മൾ ഈഗോയാണോ, ഏതോ ഫ്രണ്ട്ഷിപ്പാണോ, അങ്ങനെ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പോലെ ഞാൻ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നോടും അതുപോലെ നിങ്ങളോടും. എനിക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്ക് അതിൽ കിട്ടണം. അപ്പം എനിക്കും ഒരുപാട് ഡെവലപ്പ് ആവുകയും നിങ്ങൾക്കും ഒരുപാട് ആവട്ടെ എന്ന് ഞാൻ അല്ലെങ്കിൽ വിഷ് ചെയ്യുന്നു. അപ്പം മറ്റൊരു എപ്പിസോഡുമായിട്ട് അടുത്ത ഞായറാഴ്ച കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ്.